ഹായ്, വെൽക്കം ടു കേട്ടറ്റ് മീഡിയ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേട്ടറ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഘട്ടമായ കേട്ടറ്റ് വെരിഫിക്കേഷനാണ്. കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പലർക്കും ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്താണ്, എന്തിനാണ് ചെയ്യുന്നത് എന്നതിൽ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കിയെടുക്കാം ഈ വീഡിയോയിലൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ നമുക്ക് നോക്കാം. കേട്ടറ്റ് വെരിഫിക്കേഷൻ എന്നത് കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം മെയ് 26 നമ്മുടെ റിസൾട്ട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നടത്തുന്ന ഒരു ഒഫീഷ്യൽ ചെക്കിംഗ് പ്രോസസ്സാണ് ഈ കേട്ടറ്റ് വെരിഫിക്കേഷൻ എന്നത്. ഈ വെരിഫിക്കേഷനിൽ കേട്ടറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുള്ള വിവരങ്ങൾ, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളുടെ യോഗ്യത സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള SLC, +2, ഡിഗ്രി, TTC, BEd തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതകൾ ശരിയാണോ, അപേക്ഷയിൽ വിവരങ്ങളിൽ തെറ്റുകളുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. എല്ലാം ശരിയാണെന്ന് ഉറപ്പായാൽ മാത്രമാണ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നത്. അടുത്തതായിട്ട് ഡൗട്ട് വരുന്നൊരു ഏരിയയാണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റും വെന്യൂവും എങ്ങനെ അറിയാമെന്നുള്ളത്. കേട്ടറ്റ് വെരിഫിക്കേഷൻ സംബന്ധിച്ച വെന്യൂവും ഡേറ്റും ഔദ്യോഗികമായി പരീക്ഷാഭവൻ വെബ്സൈറ്റിലും ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റും. സാധാരണയായി വെരിഫിക്കേഷൻ നടത്തുന്നത് DO ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ് അല്ലെങ്കിൽ നിശ്ചയിച്ച കേന്ദ്രങ്ങളിലായിരിക്കും. ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത തീയതികളിൽ ഷെഡ്യൂൾ ഉണ്ടാകും. അതിൽ വയനാട് ജില്ലയിൽ വയനാട്ടിലെ കൽപ്പറ്റ SKMG ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ നടന്നത്. 2025 കാറ്റഗറി 1, 2, 3, 4 കാറ്റഗറി വെരിഫിക്കേഷൻ നടന്നത് 18, 19, 20 തീയതികളിലായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കേട്ടറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് 1 SLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, BEd അല്ലെങ്കിൽ TTC സർട്ടിഫിക്കറ്റ്, കേട്ടറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, കേട്ടറ്റ് റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് കേട്ടറ്റിൻ്റെ വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ കൊണ്ടുപോവേണ്ടത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോപ്പിയും അതുപോലെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കോപ്പി ഓഫീസേഴ്സ് അവിടെ വാങ്ങി വെക്കുന്നതാണ്. കേട്ടറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതിനുശേഷം പരീക്ഷാഭവൻ അപ്രൂവൽ നൽകിയാൽ കേട്ടറ്റ് ക്വാളിഫൈഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. പിന്നീട് ഒഫീഷ്യൽ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് DO ഓഫീസ്, അതത് ജില്ലയുടെ DO ഓഫീസിൽ വെച്ച് കളക്ട് ചെയ്യാം. ഇത്തരത്തിലാണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കേട്ടറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. കേട്ടറ്റ് വെരിഫിക്കേഷൻ വെന്യൂ, ഓരോ ജില്ലയുടെയും വെന്യൂ ഡേറ്റ് അറിയാനായിട്ട് കേട്ടറ്റ് മീഡിയ എന്ന ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്